ഹലോ, സുൽഫീസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു ഹെയർ ബാൻഡും കമ്മലും ബ്രേസ്ലെറ്റും വരുന്ന ഒരു സെറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതുവർഷം ആരംഭിക്കാൻ പോവല്ലേ, അപ്പോൾ നമുക്ക് പുതിയൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്ത് പഠിക്കാനും എൻ്റെ വീഡിയോസ് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് നമ്മൾ ഒരു വയർ ഹെയർ ബാൻഡ്, പിന്നെ ഈ ഡമരു ബീഡ്സ്, വൈറ്റ് ബീഡ്സ്, അത് 6mm വൈറ്റ് ബീഡ്സാണ്. അതിൻ്റെ കൂടെ ഞാൻ 3-4 8mm വൈറ്റ് ബീഡ്സും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പേസ് റിങ്ങും എടുത്തിട്ടുണ്ട്. സ്റ്റോൺ വെച്ചതും സ്റ്റോൺ ഇല്ലാത്തതും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് സ്റ്റോൺ വെച്ച സ്പേസ് റിങ്ങാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടത് കമ്മലല്ലേ, അതിന് കമ്മലിൻ്റെ ആ ഹുക്ക്, പിന്നെ 2 ഹെഡ് പിന്ന്, അതല്ല, പിന്നെ നമ്മുടെ എൻഡ് ടേപ്പ് ആദ്യം ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡിൽ ഒട്ടിച്ചു കൊടുക്കണം. അത് നല്ല ആ ഹെയർ ബാൻഡിൻ്റെ അറ്റം വെളി കാണാത്ത രീതിയിൽ വേണം ഒട്ടിക്കാൻ. ചുറ്റി ഒട്ടിച്ച് അത് സെറ്റായി. അപ്പം നമ്മൾ എൻഡ് ബീഡിനേക്കാളിലും സേഫായിരിക്കും. എൻഡ് ബീഡ് ഒട്ടിക്കിട്ടാൻ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പകുതി വർക്ക് തീരും എൻഡ് ടേപ്പ് ആകുമ്പോൾ. കുറച്ച് വില കൊടുത്താലും നമുക്ക് കുറേ ചെയ്യാനുള്ളത് 1 മീറ്റർ എൻഡ് ടേപ്പിൽ കിട്ടും. അപ്പം നമ്മൾ ഫസ്റ്റ് കുറച്ച് വൈറ്റ് 6mm ബീഡ്സ് നമ്മുടെ ഹെയർ ബാൻഡിൽ കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ കൊടുക്കുമ്പോൾ, പുറത്തൊരാൾക്ക് കൊടുക്കുമ്പം സേഫായിരിക്കണമല്ലോ, അവർ കുറ്റം പറയരുതല്ലോ. അപ്പം നമ്മൾ ബീഡ്സ് എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓരോ ബീഡ്സും അല്പം പശ തേച്ച് ഒട്ടിച്ചൊട്ടിച്ച് നമ്മൾ കയറ്റുക. കുറച്ച് കൊരുത്ത് കയറ്റിയിട്ട് അത് ഒട്ടിച്ചൊട്ടിച്ച് ഒരു സൈഡിലേക്ക് നീക്കി സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ ഇച്ചിരി പശ തേക്കുക, എന്നിട്ടത് ഒട്ടിച്ചെടുക്കുക. നമ്മളപ്പോൾ ഇതിന് കൂടുതൽ യൂസ് ചെയ്യുന്ന B7000 ആണ്. അപ്പോൾ അത് ആദ്യം നമുക്ക് തോന്നും ഇത് ഒട്ടത്തില്ലല്ലോ എന്ന്, പക്ഷേ ഇത് നന്നായിട്ട് ഒട്ടുന്ന ഒരു പശ തന്നെയാണ്. ഫസ്റ്റ് ഇച്ചിരി സമയം എടുക്കും, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമ്മുടെ ഇത് നന്നായിട്ട് ഒട്ടിക്കിട്ടും. അപ്പോൾ നമ്മൾ വൈറ്റ് ബീഡ്സ് കോർത്ത് ഒരു 3/4 ഭാഗത്തോളം ആ 6mm വൈറ്റ് ബീഡ്സ് കോർത്തെടുക്കണം. അപ്പം നമുക്ക് കോർത്തെടുക്കാം. കണ്ടല്ലോ, ഒരു 3/4 ഭാഗത്തോളം കോർത്ത് അതും നമ്മൾ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് തേച്ചാൽ മതി, അതങ്ങ് ഒട്ടിക്കോളും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ബാക്കി ഭാഗത്ത് ആദ്യം ഒരു 8mm ബീഡ് കയറ്റണം. അതെൻ്റെ കയ്യിൽ ഓഫ് വൈറ്റ് കളറാണ്, അത് നമ്മുടെ ഡമരു ബീഡ്സുമായിട്ട് കറക്റ്റാണ്. അപ്പോൾ 8mm കയറ്റി, അത് കഴിഞ്ഞൊരു സ്പേസ് റിങ്, പിന്നെ ഒരു 8mm ബീഡ്, പിന്നെ ഒരു സ്പേസ് റിങ്. അത് എന്നിട്ടിനി നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടല്ലോ, ഇച്ചിരി പശ തേച്ചാൽ മതി, പെട്ടെന്ന് ഒട്ടിക്കിട്ടും. പെട്ടെന്ന് ഒട്ടുന്നതല്ല, നമ്മൾ പുറത്തൊരാൾക്ക് കൊടുത്തു കഴിയുമ്പം നല്ല സേഫായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡമരു ബീഡ്സ് എടുക്കാം. നല്ല ഭംഗിയാണ് അത് കാണാൻ. നല്ലൊരു ഹെയർ ബാൻഡാണ് നമ്മൾ ഈ ചെയ്തെടുക്കുന്നത്. കാണാനും ഉപയോഗിക്കാനും നല്ല ഭംഗിയായിട്ടിരിക്കുന്നൊരു ഹെയർ ബാൻഡ്. അപ്പോൾ ഡമരു ബീഡ്സ് ഓരോന്ന് കയറ്റി അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് റിങ് കൊടുത്ത് നമ്മൾ ഓരോന്നും കയറ്റി വിടുക. ഏകദേശം ഒരു 6 എണ്ണമൊക്കെ നമുക്ക് സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ ഡമരു ബീഡ്സും സ്പേസ് റിങ്ങും ചേർത്ത് കോർത്തെടുക്കണം. അപ്പോൾ നമ്മൾ ഓരോന്നും കോർത്ത് ഏകദേശം ഒരു 6-7 എണ്ണം കോർത്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, 6 എണ്ണം. എന്നിട്ടിനി അതും നമ്മൾ ഒട്ടിച്ചെടുക്കണം. നമ്മൾ ഓരോന്ന് കയറ്റുന്നതനുസരിച്ച് ഒട്ടിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പം അത് കുറച്ച് അധികം കയറ്റിയിട്ട് അത് പിന്നെ ഒട്ടിച്ചൊട്ടിച്ച് മാറുകയാണ് ചെയ്യുന്നത്. ഓരോന്ന് ഒട്ടിച്ചെടുത്താലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 2, 4, ഇനിയൊരു സ്പേസ് റിങ്, അത് 5, ഇനിയൊരു സ്പേസ് റിങ്ങും ഒരു ഡമരു ബീഡ്സും 6, അങ്ങനെ 6 എണ്ണം. എന്നിട്ട് വീണ്ടും ഒരു സ്പേസ് റിങ് കയറ്റണം. കണ്ടല്ലോ, ഇപ്പം തന്നെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ആ ഹെയർ ബോ വളരെ അടിപൊളിയാകും. ഇനി നമ്മുടെ ആ 8mm ബീഡ് പിന്നെയും കയറ്റി കൊടുക്കുക, പിന്നെ ഒരു സ്പേസ് റിങ് കൊടുക്കുക, പിന്നെ ഒരു
8mm ബീഡ്സ്. അപ്പോൾ 2 സൈഡും ഒരേ രീതിയിൽ ഒരേപോലെ നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ കയറ്റുന്നത്. ഇനി ബാക്കി ഭാഗത്ത് നമ്മുടെ 6mm വൈറ്റ് ബീഡ് കൂടെ കയറ്റുക. സിമ്പിളായിട്ട് ചെയ്തെടുക്കുക. അപ്പം അടുത്ത വർഷം തുടങ്ങാൻ പോവല്ലേ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വരുമാനം ലഭിക്കാൻ വേണ്ടി പറ്റിയൊരു ബിസിനസ്സാണ്. ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 1 കൊല്ലമായി. അപ്പം എനിക്കും അത്യാവശ്യം സ്വന്തമായിട്ട് പൈസയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ അവരവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്താം. അപ്പോൾ അതാണ്ട് നമ്മൾ വൈറ്റ് ബീഡ്സ് ഫുള്ള് കോർത്തു. ഇനി ലാസ്റ്റ് ഭാഗത്ത് നമ്മുടെ എൻഡ് ടേപ്പ് ഒട്ടിച്ചു റെഡിയാക്കി എടുത്തു. ദാണ്ടെ നമ്മുടെ ഹെയർ ബാൻഡ് റെഡി. അപ്പോൾ ഇനി എന്താ, നമുക്ക് കമ്മൽ റെഡിയാക്കാം. അതിന് നമ്മുടെ ഹുക്ക് എടുക്കുക. ആദ്യം നമ്മുടെ ഹെഡ് പിൻ എടുത്തിട്ട് അതിനകത്ത് ഒരു വൈറ്റ് മുത്ത്, ഒരു സ്പേസ് റിങ്, ഒരു ഡമരു ബീഡ്, എന്നിട്ട് ആ ഹെഡ് പിന്നിൻ്റെ മണ്ടയൊന്ന് വളച്ച് കൊടുത്തിട്ട് നമ്മുടെ ഹുക്കിനകത്ത് കയറ്റി ആ വളച്ച ഭാഗം അവിടെ അടുപ്പിച്ച് കൊടുക്കുക. അതാണ്ടേ എത്ര മിനിറ്റ് എടുത്തു, 1 മിനിറ്റ് പോലും തികച്ച് വേണ്ട, നമ്മുടെ ആ കമ്മൽ റെഡിയായി. അടുത്തത് ദാണ്ടെ അടുത്ത ഹെഡ് പിന്ന് 6mm ബീഡ്, ഒരു സ്പേസ് റിങ്, ഡമരു ബീഡ്. എന്നിട്ട് അത് ഇച്ചിരി നീളം കൂടുതലായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റ് നീളമാക്കി ഇത് ഫുള്ളങ്ങ് നമ്മൾ ചുറ്റി റൗണ്ടാക്കി എടുത്തു. എന്താണെന്ന് വെച്ചാൽ വേറൊരു രീതി കാണിക്കുക. ചുറ്റി റൗണ്ടാക്കി എടുത്തിട്ട് നമ്മുടെ ആ ഹുക്കിൻ്റെ ആ റൗണ്ട് ചെയ്ത ഭാഗം ഒന്ന് നിവർത്തിയെടുത്ത് അതിനകത്തോട്ട് ആ റൗണ്ട് കയറ്റി ഫിക്സ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ കമ്മൽ റെഡി. കണ്ടല്ലോ നമ്മുടെ അടിപൊളി റായും അടിപൊളി 2 കമ്മലും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അത് വെച്ചൊരു ബ്രേസ്ലെറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ബ്രേസ്ലെറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.